ഹരി ഓം. ഭഗവത്ഗീതയുടെ അതിവിശിഷ്ടമായ മാഹാത്മ്യത്തെ വിവരിക്കുന്ന ധ്യാന ശ്ലോകത്തിലൂടെ ഗുരുവായ വ്യാസമഹർഷിക്കും ഗീതാമാതാവിനും പരമാത്മാവായ ഭഗവാനും നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് അമൃതതുല്യമായ ഭഗവത്ഗീതോപനിഷത്തിലേക്ക് നമുക്കേവർക്കും പ്രവേശിക്കാം. സ്വധർമാചരണത്തിൽ പകച്ചുപോയ അർജുനനെ നിമിത്തമാക്കി സർവലോകർക്കും ഉപകാരമായി ഭഗവാൻ ഉപദേശിക്കുന്ന ധീരതയുടെയും ധർമ്മത്തിൻ്റെയും ശാസ്ത്രമാണ് ഭഗവത്ഗീത. വേദാർത്ഥം മുഴുവൻ സംഗ്രഹിച്ച് സമസ്ത വേദത്തിൻ്റെയും താൽപ്പര്യത്തെ 700 ശ്ലോകങ്ങളിൽ 18 അധ്യായങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നു. സ്വജീവിതത്തിൽ പല പല പരീക്ഷണങ്ങളിലും പ്രതിബന്ധങ്ങളിലും പകച്ച് പതറിപ്പോയ അർജുനന്മാരായ നാം ഓരോരുത്തർക്കും വഴികാട്ടിയാണ് ഗീതാശാസ്ത്രം. ധർമ്മബോധകമായ ഗീതാശാസ്ത്രത്തിൻ്റെ മഹിമ പ്രാരംഭമായി പറഞ്ഞു തീർക്കാവുന്നതല്ല. അത് ജ്ഞാനശാസ്ത്രമാണ്, കർമ്മപ്രേരകമാണ്, പ്രത്യക്ഷ ഗുരുവുമാണ്. ഓരോ ഉപദേശവും ഓരോ ശ്ലോകവും പഠിച്ച് ഗ്രഹിച്ച് ക്രമമായി നമുക്കത് മനസ്സിലാക്കാം. മഹാഭാരത യുദ്ധവും അതിനിടയാക്കിയ സാഹചര്യവും നാം ഏവർക്കും അറിയാവുന്നതാണല്ലോ. പുത്രസ്നേഹം കൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രർ പാണ്ഡവർക്ക് കൂടി അവകാശമായ രാജ്യം കൈവശം വെച്ചതും യുദ്ധത്തിലേക്ക് നയിച്ചതുമായ സാഹചര്യങ്ങൾ നാം ഏവർക്കും അറിയാം. എല്ലാ മാധ്യസ്ഥ ശ്രമങ്ങളും പരാജയപ്പെട്ട് യുദ്ധം അനിവാര്യമായി തീർന്ന സാഹചര്യത്തിൽ ഇരുപക്ഷങ്ങളും സൈന്യസന്നാഹങ്ങളെ ചെയ്യുവാൻ ആരംഭിച്ചു. ഈ സമയം ഒരു ദിവസം ഹസ്തിനപുരിയിൽ എത്തിയ വ്യാസഭഗവാൻ യുദ്ധം നേരിൽ ദർശിക്കാൻ ദിവ്യനേത്രം നൽകാം എന്ന് ധൃതരാഷ്ട്രരോട് പറഞ്ഞു. സ്വതവേ അന്ധനായ തനിക്ക് അപ്രിയകരമായ കാഴ്ച കാണേണ്ടെന്നും തൻ്റെ മന്ത്രിയായ സഞ്ജയന് ദിവ്യനേത്രം നൽകി അനുഗ്രഹിക്കണമെന്നും പിതാവും ഗുരുവുമായ മഹർഷിയോട് അദ്ദേഹം അപേക്ഷിച്ചു. ദിവ്യദൃഷ്ടി ലാഭത്താൽ സഞ്ജയന് അതിവിശാലമായ യുദ്ധഭൂമിയിൽ എല്ലാ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ നേരിൽ കാണാൻ സാധിച്ചു. 10 ദിവസം കൗരവ സൈന്യത്തെ നയിച്ച ഭീഷ്മ പിതാമഹൻ വീഴ്ത്തപ്പെട്ടു എന്ന വാർത്ത അറിയിച്ച സഞ്ജയനോട് യുദ്ധരംഗത്തുണ്ടായ എല്ലാ സംഗതികളും വിസ്തരിച്ച് പറയാൻ ധൃതരാഷ്ട്രർ ആവശ്യപ്പെടുന്നു. ഇതാണ് ഭഗവത്ഗീതയിലെ 1-ാമത്തെ ശ്ലോകം. ഇതുമാത്രമാണ് ധൃതരാഷ്ട്രർ പറഞ്ഞതായുള്ള ഗീതയിലെ ഏക ശ്ലോകവും. നമുക്ക് ശ്ലോകമൊന്ന് ശ്രദ്ധിക്കാം. ഓം ശ്രീകൃഷ്ണ പരബ്രഹ്മണേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച. ഉവാച എന്നാൽ ചോദിച്ചു. ധൃതരാഷ്ട്രർ ചോദിച്ചു. ആരോടാണ് ചോദിച്ചത്? സഞ്ജയനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ആഗ്രഹിച്ച് ഒത്തുകൂടിയ എൻ്റെ മക്കളും പക്ഷക്കാരും പാണ്ഡവരും പക്ഷക്കാരും എന്താണ് ചെയ്തത്? ഇതുമാത്രമാണ് ധൃതരാഷ്ട്രർ പറഞ്ഞതായുള്ള ഗീതയിലെ ഏക ശ്ലോകം. ഇവിടെ കുരുക്ഷേത്രത്തെ ധർമ്മക്ഷേത്രമായാണ് വിശേഷിപ്പിക്കുന്നത്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയിൽ ഒത്തുചേർന്ന എൻ്റെ മക്കളും പാണ്ഡവരും എന്തു ചെയ്തു എന്നാണിവിടെ ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. സഞ്ജയൻ എന്താണ് മറുപടി പറയുന്നത് എന്ന് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം.
ഓരോ വാക്കുകളും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരി ഓം.